السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. والصلاة والسلام على سيد الثقلين صلى الله عليه وآله وأصحابه ومن اتبعهم بإحسان إلى يوم الدين. أما بعد. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ളവരെ, ഇരുട്ടിന്റെ മാളങ്ങളിൽ ചില അസത്യത്തിന്റെ ഓലപ്പാമ്പുകൾ ഓലപ്പീപ്പിയുമായി വന്നുകൊണ്ട് പരിശുദ്ധമാകുന്ന ഇസ്ലാമിക തത്വശാസ്ത്രത്തെ, ഇസ്ലാമിക ആശയ സംഹിതയെ വളച്ചൊടിക്കുവാനും ഭാവനാവിലാസങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുവാനുമുള്ള ഒരു ശ്രമം അടുത്ത കാലത്തായി നമ്മുടെ മതപരിസരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിന്റെ പ്രാദുർഭവ കാലത്തോളം തന്നെ പഴക്കമുണ്ടല്ലോ. ദാറുൽ അർക്കമിന്റെ നാൽച്ചുവരുകൾക്കിടയിൽ നിന്നും അങ്ങ് മൊറോക്കോ വരെയും ഗ്രാനഡ വരെയും വിശുദ്ധ ഇസ്ലാമിന്റെ ആശയ സംഹിതകൾ പരന്നൊഴുകിയത് എളുപ്പമാർഗത്തിലൂടെയായിരുന്നില്ല, മറിച്ച് ആരോപണങ്ങളുടെയും അപവാദങ്ങളുടെയും മാമലകളെ തച്ചു തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ആശയങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ തത്വങ്ങൾ ലോകത്ത് പ്രചാരം നേടിയിട്ടുള്ളത്. എങ്കിലും ഇസ്ലാമിനെതിരെയുള്ള ശത്രുക്കൾ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അനാവശ്യപരമായി അവയെ അടർത്തിയെടുത്തുകൊണ്ട് തങ്ങളുടെ മനോമുഗ്രങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ അവരെ വികലമാക്കുകയും അവയെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്ത ചില ആളുകൾ. ഈ അടുത്തതായി നമ്മൾ ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടു. ലോകതലത്തിൽ അറിയപ്പെടുന്ന തെന്നിന്ത്യയിലെ അത്യുന്നതമായ മതകലാലയം ജാമിഅ ദാറുസ്സലാമിൽ പഠിച്ചെന്ന് അവകാശപ്പെടുന്ന മൗലവി ഫാദിൽ താരിമി എന്നുള്ള റിലീജിയസ് സ്റ്റഡിയിൽ ഏറ്റവും ഉന്നതമായ ബിരുദം കരസ്ഥമാക്കിയെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് വയനാട്ടുകാരനായ സോളമൻ എന്നൊരു വ്യക്തി പറഞ്ഞത്, ഞാൻ ദാറുസ്സലാമിൽ പഠിച്ചെന്ന്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ പഠന സഭയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കാളികളായ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ്സിനോട്, അദ്ദേഹത്തിന്റെ റൂംമേറ്റ്സിനോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം ദാറുസ്സലാമിൽ നിന്ന് ബിരുദം നേടിയിട്ടില്ല. ദ്വിവർഷ കോഴ്സാകുന്ന ദാരിമിയുടെ മുത്തവൽ കോഴ്സിന് ചേർന്ന ഈ വ്യക്തി ആ സ്ഥാപനത്തിൽ സൃഷ്ടിച്ച കുഴപ്പങ്ങൾ ചെറുതല്ല. സംഘടനാ തലത്തിൽ ഒരുപാട് ഛിദ്രതകൾക്ക് വിത്തുപാകുകയും അതുപോലെ തന്നെ അനൈക്യങ്ങൾ സൃഷ്ടിച്ച്, ചുരുക്കി പറഞ്ഞാൽ അവസാനം ഉസ്താദുമാരുടെ അതൃപ്തിയും അവരുടെ കണ്ണീരും ഒലിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യന്റെ കഥ. പിൽക്കാലം അദ്ദേഹം പൊന്തുന്നത്, മുങ്ങിപ്പൊന്തിയത് അങ്ങ് ക്രൈസ്തവതയുടെ ആലയത്തിലായിരുന്നു. ഇവിടെ നമുക്ക് പറയുവാനുള്ളത്, ഈ വ്യക്തി, എന്റെ ഈ പ്രസംഗം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വാസ സംഹിതയുടെയും ആശയത്തെ വ്രണപ്പെടുത്തുകയോ ഒരു വ്യക്തിഹത്യയോ അപവാദം പറച്ചലോ ആരോപണം ഉന്നയിക്കലോ അല്ല, മറിച്ച് സത്യത്തിനുമേൽ വെളിച്ചത്തിനുമേൽ ഇരുട്ട് ആധിപത്യം ചെലുത്തിക്കൂടാ. ധർമ്മത്തിനുമേൽ അധർമ്മത്തിന്റെ ക്രൗര്യഭാവങ്ങൾ ഒരു കാലത്തും ഉദയം ചെയ്തുകൂടാ. സത്യം എന്നും സത്യമായി നിലനിൽക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയുടെ 32, 33 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്താ? യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം യഖ്ബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു തആല പറയുകയാണ്, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സത്യമതത്തിന്റെ സന്ദേശവുമായി വരുമ്പോൾ ചില ആളുകൾ അവരുടെ വായ കൊണ്ട് ആ സത്യ സന്ദേശത്തെ ഊതിക്കെടുത്താമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവർക്ക് സാധിക്കുകയില്ല. അല്ലാഹു തആല ആ സത്യമതത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്ത് തൗബയുടെ 32, 33 സൂക്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇവിടെ നമ്മൾ പരാമർശിക്കേണ്ടത് ഈ സോളമൻ എന്നറിയപ്പെടുന്ന ഈ വ്യക്തി ആദ്യമായിട്ടല്ല. അതിനു മുമ്പ് നമ്മൾ കേട്ടിരുന്നു, ഇന്ത്യയിലെ ആഗോളതലത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രമായ ജാമിഅ നൂരിയയുടെ വിജ്ഞാനമുറ്റത്തേക്ക് അലവി എന്ന ചെറുപ്പക്കാരൻ കടന്നു വന്നപ്പോൾ ദിഷണാശാലിയായ പണ്ഡിത വരേണ്യർ, ഇൽമുൽ ഫിറാസത്തിന്റെ മുഖലക്ഷണത്തിന്റെ ആഴം കണ്ടറിഞ്ഞ പണ്ഡിതൻ ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, അലവിക്ക് ഇവിടെ അഡ്മിഷൻ ഇല്ല. ഈ കോളേജിലെ മതവർത്തമാനങ്ങൾ കേൾക്കുവാനുള്ള അവകാശം അലവിക്കില്ല. പിൽക്കാലത്ത് അലവിയെ നമ്മൾ കണ്ടത് ഫാദർ അലവിയായിട്ടായിരുന്നു.
അങ്ങനെയാണ് ഈ സോളമനും ബിരുദം ലഭിച്ചിട്ടില്ല, മതപഠനം പൂർത്തിയാക്കിയിട്ടില്ല, ബൈബിളിന്റെ ഏതോ ചില ആശയങ്ങൾ മാത്രം പഠിച്ചു, ഖുർആനിന്റെ ഏതോ വക്കും തലയും മാത്രം പഠിച്ചു. രണ്ടും കൂടി സംയോജിച്ചപ്പോൾ പുതിയ ആശയങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതത്തിന്റെ പേരിലുള്ള കളവ്. നസ്രത്തിലെ പ്രവാചകന്റെ ആശയത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈ മനുഷ്യൻ എങ്ങനെ കള്ളം പറയാൻ സാധിക്കുന്നു? ലോർഡ് ഹെഡ്ലിയുടെ വെസ്റ്റേൺ അവേക്കനിങ് ടു ഇസ്ലാം, ഇസ്ലാമിനെ കൊതിക്കുന്ന പാശ്ചാത്യ ലോകം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, നസ്രത്തിലെ പ്രവാചകനെ വിശ്വസിച്ച ആളുകൾക്ക് കള്ളം പറയാൻ സാധിക്കുകയില്ല. അത് മതത്തിന്റെ പേരിലാകുമ്പോൾ വളരെ കഷ്ടമായി പോവുകയാണ്. കാരണം മതം ദൈവവുമായി ബന്ധിച്ചതാണല്ലോ, അവന്റെ കാര്യം അഹോ കഷ്ടം തന്നെ. ലോർഡ് ഹെഡ്ലി തുടർന്ന് എഴുതുന്നതായി നമുക്ക് കാണാം, if the Christ 1,000 times were born in Bethlehem but were not born in thee, for thee he lived in vain. ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഈ ക്രിസ്തുദേവൻ യേശു 1000 തവണ ബത്ലഹേമിൽ ജന്മം കൊണ്ടാലും നിന്റെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തിന്റെ ദാർഢ്യത ആണ്ടുകൊണ്ടിറങ്ങിയിട്ടില്ലെങ്കിൽ നിന്നെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ 1000 ജന്മവും വൃഥാവിലായി പോയി, 1000 ജന്മവും പാഴായി പോയി. അപ്പോൾ ആദ്യം ഈ വ്യക്തി മനസ്സിലാക്കേണ്ടത് ആരാണ് യേശു, യേശുവിന്റെ ജന്മം എന്ത്, ബൈബിളിൽ പരാമർശിച്ച യേശു ആര്, ഖുർആനിൽ പരാമർശിച്ച ഈസ നബി ആരെ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്, ആശയ വൈകല്യം, വിഷലിപ്തമായ ആശയങ്ങൾ കടന്നുകൂടിയത് എവിടെ? ഈ തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി കടന്നു വരേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു വാദത്തെ നമ്മൾ കേട്ടത്, ഇമ്മനുഷ്യന് മതപരിവർത്തനത്തിനുള്ള കാരണമായി ഒന്നാമതായി ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം വിശുദ്ധ ഖുർആൻ പലതവണ പരാവർത്തന വിധേയമാക്കിയത്രേ. പലപ്പോഴും അദ്ദേഹം പെണ്ണെടുത്തുകൊണ്ട് മുഹമ്മദ് എന്ന് കാണുന്ന സ്ഥലത്തൊന്ന് അടിവര ചാർത്തി അണ്ടർലൈൻ ചെയ്തു, ഈസ എന്ന് കാണുന്ന സ്ഥലത്തും അണ്ടർലൈൻ ചെയ്തു. അവസാനം എണ്ണിക്കൂട്ടി തിട്ടപ്പെടുത്തിയപ്പോൾ മുഹമ്മദ് നബിയുടെ പേര് 4, ഈസാ നബിയുടെ പേര് 25. മതം മാറാനുള്ള ഒന്നാമത്തെ കാരണം. എന്റെ പ്രിയപ്പെട്ട സോളമനോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ വീണ്ടും ഒന്ന് വുളൂ ചെയ്ത് ഖുർആൻ ഓതേണ്ടതുണ്ട്. എന്നിട്ട് ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്യുക, മൂസ നബി അലൈഹിസ്സലാമിന്റെ പേര് ഖുർആനിലുണ്ടല്ലോ, എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സോളമ, ഒന്ന് പരിശോധിക്ക്. വീണ്ടും ഉണ്ട് അവിടെ, ഇബ്ലീസിന്റെ പേരും ഖുർആനിലുണ്ട്. ഖുർആനിൽ ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്യുക, ഇബ്ലീസിന്റെ പേര് എത്ര? ഈസാ നബിയുടെ ഇരട്ടി പേരുകൾ, ഇബ്ലീസിന്റെ പേര് പല ആയത്തുകളിൽ 6666 ആയത്തുകൾക്കിടയിൽ മൂസാ നബിയുടെ പേര്, ഇബ്ലീസിന്റെയും പേര്, ഈസാ നബിയുടെ പേര് പരാമർശിച്ചതിനേക്കാൾ കൂടുതൽ കാണാൻ സാധിക്കും. നിനക്ക് ജൂതനാവുകയാണ് കൂടുതൽ അഭികാമ്യം. ഈസ നബിയേക്കാൾ കൂടുതൽ പരാമർശിച്ചത് മൂസ നബിയാകുമ്പോൾ മൂസ നബിയുടെ ആശയങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന ജൂതന്മാരോട് താതാത്മ്യം പ്രാപിക്കലാണ് നിനക്ക് അനുഗുണമായ കാര്യം. അതല്ലേ ബുദ്ധി? മറിച്ച് നീ കണ്ടെത്തിയതുപോലെ 4 തവണ മാത്രം പറഞ്ഞെങ്കിൽ നീ ഖുർആൻ എന്തെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് ഖുർആനിന്റെ ആശയങ്ങളെയോ ആയത്തുകളുടെ അവതീർണ പശ്ചാത്തലത്തെയോ എന്തിന് ഖുർആൻ ഇറക്കി എന്ന് പോലും മനസ്സിലായില്ല. വിശുദ്ധ ഖുർആൻ എന്താണ്? മുഹമ്മദ് നബിയുടെ ഓട്ടോബയോഗ്രഫി പറയുന്നതല്ല വിശുദ്ധ ഖുർആൻ. ഓരോ ആയത്തുകളും ഓരോ സൂക്തങ്ങളും ജിബ്രീൽ മാലാക്ക അലൈഹിസ്സലാം, നിങ്ങൾ ഗബ്രയേൽ മാലാക്ക എന്ന് പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിങ്കിൽ നിന്ന് മുഹമ്മദ് നബിയിലേക്ക് കൊടുക്കുന്നത്. മുഹമ്മദ് നബി സംബോധന ചെയ്യപ്പെടുകയാണ്. എല്ലാ കാര്യങ്ങളും പറയുന്നത് മുഹമ്മദ് നബിയോടാണ്. എല്ലാ സമയങ്ങളിലും മുഹമ്മദ് എന്ന പേര് ആവർത്തിക്കുന്നത് സാഹിത്യ നിപുണന്മാർക്ക് ചേർന്ന പരിപാടിയാണോ? അത് ഭാഷയിൽ അതിന്റെ സ്ഥാനം എന്താണ്? പല സ്ഥലങ്ങളിൽ മുഹമ്മദ് നബിയെ അല്ലാഹു തആല സംബോധന ചെയ്യുന്നത് യാ അയ്യുഹൻ നബിയു, എന്റെ പ്രിയപ്പെട്ട നബിയെ, യാ അയ്യുഹർ റസൂലു, എന്റെ പ്രിയപ്പെട്ട ദൂതരെ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ തുടങ്ങിയ ഒരുപാട് പരാമർശങ്ങൾ അധിക ആയത്തുകളുടെയും തുടക്കത്തിൽ കാണാം. ഖുൽ, നബിയെ അങ്ങ് പറയുക. നബിയോടാണ് എല്ലാവിധ സംബോധനയും. നബിയോട് പറഞ്ഞു കൊടുക്കുന്നത് ഖലീലുല്ലാഹിയുടെ കഥയാണ്, മസീഹുല്ലാഹിയുടെ കഥയാണ്, കലീമുല്ലാഹിയുടെ കഥയാണ് ഈ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസ സംഹിതയിൽ നിന്ന് മറ്റൊരു വിശ്വാസ സംഹിതയിലേക്ക് മറുകണ്ഠം ചാടുവാനുള്ള കാരണമാണോ ഇത്? ബുദ്ധിപരമായ ചിന്തകൾക്ക് വക നൽകുന്നുണ്ടോ ഈ വസ്തുത? കേവലം അബദ്ധജടിലമായ കേവലവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു മതത്തെ എങ്ങനെയെങ്കിലും പൊതുസമൂഹ മധ്യേ മെയിൻസ്ട്രീമിൽ മുസ്ലിമിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന സാമ്രാജ്യത്വ വിധേയത്വത്തിനുള്ള ഏറ്റവും വലിയ ഓശാന പാടലുകൾ, അതിന് ഹാലേലുയ പാടുന്ന ചില ആളുകൾ, അവരുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക. യുക്തിഭദ്രമായ മതസംവാദങ്ങൾ എത്രയോ നടന്നു.
ആശയ സംവേദനങ്ങൾ, ആദർശ സംവാദങ്ങൾ എത്രയോ നടന്നിട്ടുണ്ട്. പക്ഷേ ബുദ്ധിക്ക് യോജിക്കാത്ത വിധത്തിൽ അബദ്ധവും മൗഢ്യവുമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു മതത്തെ വെല്ലുവിളിക്കുക, ആ മതവിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതി ഒരിക്കലും ന്യായത്തിന്റെ ത്രാസിന് തൂക്കം ഏറ്റുന്ന കാര്യമല്ല എന്നതിൽ ആർക്കും സംശയമുണ്ടാവുകയില്ല. രണ്ടാമതായി അദ്ദേഹം ഉന്നയിക്കുന്ന വളരെ രസകരമായ ഒരു വാദമുണ്ട്. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രങ്ങൾ, ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാവിധ മേഖലകളെയും സമഗ്രവും സമ്പൂർണവുമായി പ്രതിപാദിച്ച മതമാണ്. ഒരു അഗ്രതല സ്പർശിയായി കടന്നു പോയിട്ടില്ല ഇസ്ലാം. മനുഷ്യന്റെ ജീവിതം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഭൂവിധാനത്തേക്ക് ഈ മനുഷ്യൻ ഉദയം ചെയ്തത് മുതൽ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ ഇവരെ കബറടക്കി മീസാൻ കല്ല് വെക്കുന്നത് വരെയുള്ള അതിനുശേഷമുള്ള പുനർജന്മത്തിന്റെ കഥ, സ്വർഗീയവാസത്തിന്റെ കഥ, നരകവാസത്തിന്റെ കഥ എല്ലാം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്ലാമിന്റെ ആശയങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധിക്കുന്നു? എങ്ങനെ ആശയങ്ങളെ ഇത്രമേൽ നീചമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നു? ഇസ്ലാമിക കർമ്മശാസ്ത്രം വളരെ വളരെ ശക്തമായും യുക്തിഭദ്രവും ഭക്തിസാന്ദ്രവുമായ രീതിയിൽ മനുഷ്യന്റെ ഇബാദത്തുകളെ നിർണയിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ദൈനംദിന ജീവിത പ്രവൃത്തികളെ നിർവചിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ പറയുന്നത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ എനിക്ക് ഉസ്താദ് ഓതി തന്നത്, അങ്ങ് തണ്ടാസിലേക്ക് ചെന്നാൽ, ടോയ്ലറ്റിലേക്ക് ചെന്നാൽ അവൻ അവിടെ വെച്ച് അവൻ അവൻ ഇടതുഭാഗത്തിന്റെ മേൽ ചാരണം കൊണ്ട് ഇരിക്കണം. അതുപോലെ തന്നെ വലതുകാലിനെ നാട്ടി വെച്ചുകൊണ്ട് ഇടതുകാലിനെ ഇരിക്കണമെന്ന് പറഞ്ഞതിന്റെ യുക്തിയെ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത്, സുലൈമാനെ നീ ഒരു കുപ്പി കൊണ്ടുവന്ന് വെള്ളം നിറച്ചിട്ട് കുത്തനെ തിരിച്ചു പിടിച്ചാൽ വെള്ളം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, നീ ഒന്ന് ചരിച്ചു പിടിച്ചാൽ വെള്ളം സുഖമായി പോകും. അതല്ലേ വസ്തുത. ഭൗതികപരമായി മനുഷ്യന്റെ ദേഹ സംവിധാനങ്ങൾ നോക്കുമ്പോൾ അവന്റെ ബോഡി ബിൽഡിംഗ് നോക്കിയാൽ തന്നെ തിരിയാൻ സാധിക്കുന്നത് അവനിലുള്ള ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറന്തള്ളാനുള്ള ഏറ്റവും വലിയ പ്രക്രിയ സോളമൻ അന്ന് അന്തിയിൽ പഠിച്ചെന്ന് പറയുന്ന കാലത്ത് മഹല്ലിയുടെ ഇബാറത്തൊന്ന് എടുത്തു നോക്കുക. എന്താണ് അവിടെ പറഞ്ഞത്? ഇങ്ങനെ ഇരിക്കുന്നതിന്റെ യുക്തി എന്താണ്? എന്താണോ പുറപ്പെട്ടു പോകുന്നത് അത് പുറപ്പെട്ടു പോകുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്. അങ്ങനെയാണ് പറഞ്ഞത്. സോളമൻ പറയുന്നത് ചിരിച്ചാൽ മതി, പ്രാക്ടിക്കൽ ആക്കേണ്ട എന്നാണ്. എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹ വിശ്വാസികളോട് ഞാൻ പറയുന്നു, ബി പ്രാക്ടിക്കൽ ആക്കി നോക്ക്. ഒരു വിഷമവും ഉണ്ടാവുകയില്ല. അനുഭവസ്ഥര് പറഞ്ഞു തരും, ഇടതുകാലിന്മേൽ ഇരുന്ന് വലതുകാല് നാട്ടിവെച്ചാൽ അവന്റെ ദഹന പ്രക്രിയ പോലും സുതാര്യമാകുന്ന ഒരു രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. ഇങ്ങനെയാണ് വാദങ്ങളെ കൊണ്ടുവരുന്നത്. ഇതിലെന്ത് യുക്തിഭദ്രതയാണുള്ളത്? ഇതിലെന്ത് ബുദ്ധി സാധ്യതയാണുള്ളത്? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാദങ്ങൾ യാതൊരു പ്രസക്തിയും അർഹിക്കുന്നില്ല. ഒരുപാട് വാദങ്ങളുണ്ട്, ഞാൻ എല്ലാം കൂടെ ഉന്നയിക്കുന്നില്ല. കാരണം ഒരു അടിസ്ഥാനവുമില്ലാത്ത വാദങ്ങൾ. മൂന്നാമതായി ഒന്ന്, വിശുദ്ധ ഖുർആനിനെ ഏറ്റുപിടിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ ആരാധനാ സമ്പ്രദായത്തെ, ആരാധനാ രീതിയെ കുറ്റപ്പെടുത്തി പറയുന്നത്, മുസൽമാൻ 5 നേരം നിസ്കരിച്ചു, പാപമോചനം തേടുന്നു, ഹജ്ജ് നിർവഹിക്കുന്നു, സഫയിലും മിനയിലും സഅയിലും തവാഫും ചെയ്യുന്നു, അവനങ്ങ് മുസ്തലിഫയിൽ രാപ്പാർക്കുന്നു, അറഫയിൽ താമസിക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, നോമ്പനുഷ്ഠിച്ച് പകലിരവുകളിൽ അവൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ പാപമോചനം ലഭിച്ചു എന്ന് അവനിക്ക് ഉറപ്പ് ലഭിക്കുന്നില്ല. ക്രൈസ്തവർക്കാവട്ടെ ഉറപ്പ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തു തന്നെന്ന് വിശ്വസിക്കുന്ന ഈ ക്രൈസ്തവതയിൽ ഞാൻ വിശ്വസിക്കണോ? അതോ പുറത്തു തന്നിട്ടില്ല, പാപവിമുക്തി കരഗതമാക്കിയിട്ടില്ല എന്ന് ഉറപ്പ് കിട്ടാത്ത ഇസ്ലാമിൽ വിശ്വസിക്കണോ? അതായിരുന്നു സോളമന്റെ മനസ്സിലെ ചോദ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക. ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഒരു മനുഷ്യനെ പാപം ചെയ്തു, അത് പുറത്തു തന്നു എന്നുള്ള ഉറപ്പ് ലഭിച്ചാൽ വീണ്ടും പാപം ചെയ്യാനുള്ള പ്രേരണയാണത്. സാധാരണയായി നമ്മൾ പറയാറുണ്ടല്ലോ, പാപവിവരണങ്ങൾ പാപവാസനയെ ഉദ്ദീപിപ്പിക്കുമെന്നൊരു തിയറിയുണ്ട്. അതുപോലെ പാപം ചെയ്തു, പുറത്തു തന്നു, അടുത്ത പാപം ചെയ്യാൻ സമയമായി. ക്രൈസ്തവരുടെ വിശ്വാസങ്ങൾ പരിശോധിച്ചാൽ കാണുന്നത്, എത്ര വലിയ മഹാ ചെയ്തി ചെയ്താലും, എത്ര വലിയ മഹാപാതകം ചെയ്താലും, ജസ്റ്റ് ഗോ ടു ചർച്ച്, ഒന്ന് ചർച്ചിൽ പോയി പാതിരിക്ക് മുമ്പിൽ ഒന്ന് കുമ്പസരിച്ചാൽ പാപം തീർന്നു. അതോടെ അവന്റെ പാപഭണ്ഡാരങ്ങൾ കലാശിച്ചു പോകുന്നു. വീണ്ടും പാപം ചെയ്യുക, വീണ്ടും ചർച്ചിലേക്ക് വരിക. അതിലെന്ത് യുക്തി, അതിലെന്ത് ബുദ്ധിസാധ്യത? നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ 12ാം സുന്നഹ് ദോസ് വരെ ക്രൈസ്തവകരിൽ പാപവിമുക്തി നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ പാപസുരക്ഷിതനായി ജീവിച്ചിരുന്നത് അത് യേശു മാത്രമായിരുന്നു. എന്നാൽ മാറി 12ാം സുന്നഹ് ദോസ് കഴിഞ്ഞു, 20ാം സുന്നഹ് ദോസ് വന്നപ്പോൾ അവർ മാർപ്പാപ്പയെ പാപസുരക്ഷിതനായി പ്രഖ്യാപിക്കുന്ന രംഗം
നമ്മൾ കണ്ടതാണ്. എന്താണ് ഈ സുന്നഹദോസ്? ഈ സോളമനെ പോലെ ബൈബിളിന്റെ നാലറ്റം കാണാത്തവരല്ല സുന്നഹദോസുകളിൽ സംവദിച്ചതും അവിടെ സമ്മേളിച്ചതും. ലോകത്തെ തലയെടുപ്പുള്ള പൗരോഹിത്യത്തിന്റെ ആഴം കണ്ടറിഞ്ഞ ക്രൈസ്തവ പാതിരിമാര് സമ്മേളിക്കുന്ന ഈ സുന്നഹദോസിൽ വെച്ച് പ്രഖ്യാപിച്ചു, മാർപ്പാപ്പ പാപ സുരക്ഷിതനാണ്. വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട്. 1964 റോമിൽ ചേർന്ന സുന്നഹദോസിൽ വെച്ച് ഒരു തീരുമാനമെടുത്തത്, ലോകത്തെ ഏറ്റവും ഹീനമായ കൃത്യം ചെയ്തവര്, നീചവൃത്തി ചെയ്തവര് ജൂതന്മാരാണെന്ന് പഠിപ്പിച്ച് അവര് പറഞ്ഞു, ജൂതന്മാര് ചെയ്ത തെറ്റ് യേശുക്രിസ്തുവിനെ ക്രൂസിഫൈ ചെയ്തു, അവനെ കുരിശിലേറ്റി എന്നുള്ളതാണല്ലോ. അവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു, എല്ലാവർക്കും പുറത്തു കൊടുത്തു. പക്ഷെ അതാണോ ഇസ്ലാം? അതല്ലല്ലോ ചെയ്തത്. ഇസ്ലാം പറഞ്ഞു നിരന്തരമായ ഇസ്തിഗ്ഫാർ, ദൈവത്തോടുള്ള പാപ വിമുക്തി നേടാനുള്ള പ്രാർത്ഥനയും അർച്ചനയും രാവിലും പകലിലും നിത്യമാക്കണം. അള്ളാഹുവിങ്കലെത്തുമ്പോഴേ തിരിയോ, അള്ളാഹു സ്വീകരിച്ചോ. നിതാന്തമായി അവന്റെ ഹൃദയത്തിൽ ഉദയം ചെയ്യേണ്ടത് ദൈവബോധമാവണം, സമർപ്പണ സന്നദ്ധതയാവണം. മറ്റൊരു സ്ഥലത്ത് ഈ വ്യക്തി ഉദ്ധരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സംബോധിത വാക്കുകളെല്ലാം യാ ഇബാദിയല്ലദീന യംശൂന ഫിൽ അർളി, അടിമ എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചത്. യേശു പറയുന്നത് മകനെ എന്നാണ്. മകനെ എന്ന് വിളിക്കുന്ന ദൈവത്തെ വിശ്വസിക്കണമോ, അടിമ എന്ന് വിളിക്കുന്ന ദൈവത്തെ വിശ്വസിക്കണമോ എന്നുള്ളതാണ്. എന്താണ് അടിമ എന്ന പദത്തിന്റെ അർത്ഥം? നമ്മൾ ചിന്തിക്കുക, നോക്കുക. അടിമയ്ക്ക് ഉടമയോടുള്ള ബന്ധം അല്ലെങ്കിൽ ആ ബാഹുല്യത്തെ നിരന്തരം ഉണർത്തുകയും അതിനെക്കുറിച്ചുള്ള ചിന്തയെ ഇവന്റെ മനസ്സിൽ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ അടിമ എന്ന പദത്തിലൂടെ. നീ നശ്വരനാണ്, നീ അനശ്വരനായി ഇവിടെ പാർക്കുകയില്ല. നിന്റെ ദൗത്യം ദൈവബോധത്തിലും ദൈവീകമായ സമർപ്പണത്തിലും അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. സദാ നിന്നിൽ ഉദയം ചെയ്യേണ്ടത് ദൈവബോധമാണ്. അവനോട് നീ പാപമോചനം തേടണം. നീ അടിമയാണെന്നുള്ള ബോധത്തോടെ നീ ജീവിക്കുമ്പോൾ നിനക്ക് ഉടമയെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാകും. അതല്ലേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. പിന്നീട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അവസാനം പറയുന്നത് മുഹമ്മദ് നബിയേക്കാൾ ശ്രേഷ്ഠത അത് ഈസ നബി അലൈഹിസ്സലാമിനുണ്ടെന്നുള്ള മുഖ്യമായ വാദം. കാരണം അള്ളാഹു ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ഈ വ്യക്തി തെളിവുകൾ നിരത്തുന്നത്. ഖുർആനിലെ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ എല്ലാം പരിശോധിക്കണം. ഖുർആനിലെ മറ്റൊരു ആയത്ത് സൂറത്ത് ആല ഇംറാനിലെ 82ാമത്തെ ആയത്തിൽ എന്തേ പഠിപ്പിച്ചത്? അല്ലാഹു തആല പറയുന്നത് വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയീന ലിമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുമിനുന്ന ബിഹി ലതൻസുറൻ. അല്ലാഹ് പറയാ ഈസാ നബിയോട്, മഹാനായ കലീമുല്ലാഹി മൂസാ നബി, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി, മസീഹുല്ലാഹി ഈസാ നബി, എല്ലാ നബിമാരെയും വിളിച്ചു. ലൂത്ത് നബി, നൂഹ് നബി, എല്ലാ നബിമാരെയും വിളിച്ചു. അല്ലാഹ് ഒരു കരാർ വെച്ച് കൊടുത്തു. അവിടെ ഈസ നബി ഇരിക്കുന്ന സന്നിധാനം അവിടെ വെച്ച് എല്ലാവരോടും കൂടി പറഞ്ഞത്, എല്ലാ നബിമാരോടെയും അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഹമ്മദ് നബി എങ്ങാനും അവിടുത്തെ ആശയവും ആദർശവുമായി ആഗതനാവുകയാണെങ്കിൽ ആ നബിയെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. ആ നബിക്ക് പ്രബോധന വീതിയിൽ തടസ്സമാകുന്ന എല്ലാത്തിനെയും നീക്കിക്കൊണ്ട് സർവ്വവിധ സഹായങ്ങളും സജ്ജീകരണങ്ങളും നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അള്ളാഹ് പറഞ്ഞു. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, കാല അഖറർതും, നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾക്ക് സമ്മതമാണോ? അതിന്റെ മേൽ നിങ്ങൾക്ക് സമ്മതമല്ലേ? എന്റെ കരാറിനെ നിങ്ങൾ പാലിക്കുകയില്ലേ? അന്ന് ഈസ നബിയും പറഞ്ഞു, മൂസ നബിയും പറഞ്ഞു, ഇബ്രാഹിം നബിയും പറഞ്ഞു അലൈഹിമുസ്സലാം. എല്ലാവരും പറഞ്ഞു, ഖാലു, അവര് പറഞ്ഞു, അഖറർന, ഞങ്ങൾ സമ്മതിച്ചു. ഈസ നബി പറഞ്ഞു, മുഹമ്മദ് നബി വന്നാൽ ആ നബിയെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു കൊള്ളാം, ഞാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊള്ളാം. സോളമൻ പറഞ്ഞു, മുഹമ്മദ് നബിയേക്കാൾ ശ്രേഷ്ഠത അത് ഈസ നബിക്കാണ്. ആര് പറഞ്ഞതാണ് വിശ്വസിക്കേണ്ടത്? ഈസ നബി പറയുന്നു, എന്നേക്കാൾ വലിയവൻ അത് മുഹമ്മദ് നബിയാണെന്ന്. ബർന്നബാസിന്റെ സുവിശേഷം നിങ്ങൾക്കറിയാമല്ലോ. ഇവര് അംഗീകരിക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രബലമായ സുവിശേഷം എന്ന് പറയുന്നത് അത് ബർന്നബാസിന്റെ സുവിശേഷമാണ്. കാരണം 4 പ്രമാണങ്ങളുണ്ട് ക്രൈസ്തവർക്ക്. മത്തായി, ലൂക്കോസ്, അതുപോലെ തന്നെയുള്ള യോഹന്നാൻ തുടങ്ങി 4 പ്രമാണങ്ങൾ. ഇവയിൽ നിന്നെല്ലാം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ബർന്നബാസിന്റെ ബൈബിളാണ്. അവര് അംഗീകരിക്കുന്നില്ല. അവര് പറയുന്നു മുസ്ലിമാണ് അതിനെ നിർമ്മിച്ചതെന്ന്. എന്നാൽ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബർന്നബാസിനെ കുറിച്ച് ആധുനിക ആക്ട് ഓഫ് ദി അപ്പോസ്റ്റൽസിൽ പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ ബർന്നബാസ് ആരെന്ന് പറഞ്ഞത്, അവൻ ബർന്നബാസ് നല്ല മനുഷ്യനാണ്, പരിശുദ്ധ
ആത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനാണവൻ. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം വാള്യം 24-ാം പേജ് പരിശോധിച്ചു നോക്ക്. ബർന്നബാസിനെ അംഗീകരിച്ചിട്ടുണ്ട്. മത്തായിയെയും മാർക്കോസിനെയും ലൂക്കോസിനെയും യോഹന്നാനെയും വെല്ലുന്ന വിധത്തിൽ ക്രിസ്തുവിന്റെ ജീവിതം രേഖപ്പെടുത്തിയത് ബർന്നബാസ് ബൈബിളില. പക്ഷേ അതിനെ അവര് വായനാ വിരുദ്ധമാക്കി. വായനക്കാരിൽ നിന്ന് അതിനെ മറച്ചു വെച്ചു. നമ്മൾ വായിക്കുന്നുണ്ട്, റോമിലെ പോപ്പായിരുന്ന സിക്സ്റ്റന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥശാലയിൽ ബർന്നബാസിന്റെ ബൈബിൾ സൂക്ഷിച്ചിരുന്നു. അവിടെ വന്നിരുന്ന ഒരു പുരോഹിതൻ, ഫ്രാം റീനോ എന്ന് പേരുള്ള ഒരു പുരോഹിതൻ അവിടെ വന്നു ആ ബൈബിളിൽ ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല. അവസാനം അപഹരിച്ചെടുത്ത് വായിക്കുന്നുണ്ട് ഫ്രാം റീനോ ഈ ബൈബിളിനെ. എന്നിട്ട് സത്യം മനസ്സിലാക്കി ഇസ്ലാം ആശ്ലേഷിക്കുന്നത് 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. എൻസൈക്ലോപീഡിയ അമേരിക്ക പറയുന്നത് ബർന്നബാസിന്റെ സുവിശേഷം മുസ്ലിം എഴുതിയാണെന്ന ബാലിശവാദത്തിന്റെ അടിവേരുകളെ പിഴുതുമാറ്റുന്നുണ്ട്. ഈ പ്രസ്തുത ജീസസ് വിളംബരം ചെയ്യുന്ന അല്ലെങ്കിൽ ജസാബിയസ് വിളംബരം ചെയ്ത ക്രിസ്താബ്ദം 5-ാം നൂറ്റാണ്ടിലെ സംഭവങ്ങൾ. കാരണം മുഹമ്മദ് നബി ആഗതനാകുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. മുഹമ്മദ് നബി വരുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ബർന്നബാസിന്റെ ബൈബിളിലും ഈ മുഹമ്മദ് നബിയുടെ ആഗമനത്തെ കുറിച്ച്. ബർന്നബാസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഞാൻ നീട്ടുന്നില്ല, മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ വിശാലമായ ഒരു വിഷയം തന്നെയാണ് ബർന്നബാസിന്റെ ബൈബിൾ സംബന്ധിയായ ചർച്ചകൾ. ഈ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട് ഇഞ്ചീൽ ബർന്നബാസിന്റെ 14-ാം വാള്യം 42-ാമത്തെ പേജിൽ അദ്ദേഹം ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ലസ്തു അഹിലൻ അൻ ഉഹില്ല ഉബാതാതി ജർമൂക് ഔ ഹിദാ റസൂലില്ലാഹി അല്ലദി തസുമ്മൂനഹു മിസിയ അല്ലദി ഖലഖ ഖബ്ലി വയതി ബഅദി. എന്റെ ശേഷം വരുന്ന, എന്റെ മുമ്പേ സൃഷ്ടിക്കപ്പെട്ട ഒരു നബി വന്നാൽ ആ നബിയുടെ ആ ദൈവദൂതന്റെ കാലുറയുടെ കെട്ടഴിച്ചു കൊടുക്കുവാനോ പാദരക്ഷയുടെ പട്ട അഴിച്ചു കൊടുക്കുവാനോ ഉള്ള യോഗ്യത എനിക്കില്ലെന്ന് ഈസ നബി ബർന്നബാസിന്റെ ബൈബിൾ 14-ാം വാള്യം 42-ാം പേജിൽ ഉദ്ധരിക്കുന്നു. ഈസ നബി തന്നെ പറയുന്നുണ്ട്. എന്നാൽ എന്റെ ഏക സമാധാനം എന്ന് പറയുന്നത് അത് ആ ദൂതന്റെ വരവിലാണ്. അദ്ദേഹം എന്നെ കുറിച്ചുള്ള സർവ്വവിധ തെറ്റിദ്ധാരണകളെയും ഉന്മൂലനാശം വരുത്തും. ഈസ നബി അന്നേ പ്രഖ്യാപിക്കുന്നു, എന്റെ സമുദായത്തിലെ ആളുകൾ എന്നെ ദൈവമാക്കും, ദൈവപുത്രനാക്കും. പക്ഷേ ഈസ നബി പറഞ്ഞു, മുഹമ്മദ് നബി വന്നാൽ എന്നെ കുറിച്ചുള്ള അബദ്ധചടിലമായ ധാരണകളെ ആ നബി നീക്കും. തുടർന്ന് പറയുന്നു, കൂടാതെ അദ്ദേഹത്തിന്റെ മതം ലോകം മുഴുവൻ പ്രചരിക്കുകയും പിടിച്ചടക്കുകയും ചെയ്യും. ബർന്നബാസിന്റെ ബൈബിൾ 97 നോക്കുക. ഈസ നബി പറയുന്നു മുഹമ്മദ് നബിയാണ് ഉന്നതനെന്ന്. സോളമൻ പറയുന്നു ഈസ നബിയാണ് ഉന്നതനെന്ന്. നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഈ പ്രവാചകനെ എല്ലാവിധ വേദഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. തൗറാത്തിൽ പറഞ്ഞു, സബൂറിൽ പറഞ്ഞു, ഇഞ്ചീലിലും പറഞ്ഞു, എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞു ഈ നബിയെ കുറിച്ച്. തൗറാത്തിൽ പരാമർശിച്ചല്ലോ. നമ്മൾ പറയാറുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റ പലായനം നടന്ന വർഷത്തിൽ അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടുമുറ്റത്ത് മാത്രം എന്തുകൊണ്ട് മുഹമ്മദ് നബിയുടെ ഒട്ടകം മുട്ടുകുത്തി എന്ന ചർച്ചയിൽ ആധുനിക മോഡേൺ ഹിസ്റ്റോറിയൻസ് പോലും രേഖപ്പെടുത്തി. താരീഖുൽ മആലിമിൽ മദീനയിൽ ഇബ്രാഹിം ഉൽ-ലഹാത്തിനെ പോലത്തെ ലോകം അറിയപ്പെടുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഈ അബൂ അയ്യൂബിന്റെ വംശപരമ്പര മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട ചില ആളുകളിലേക്കാണ് ചെന്ന് ചേർന്ന് കലാശിക്കുന്നത്. അന്ന് മൂസ നബി അലൈഹിസ്സലാം തൗറാത്തിനെ പ്രബോധനം ചെയ്തപ്പോൾ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞു. അന്ന് ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട ചില ആളുകൾ മദീനയിൽ വന്ന് താമസിക്കുന്നു മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി. ഈ മുഹമ്മദ് നബിയെ കാണാൻ വന്ന ബനൂ ഇസ്രായേലുകാരുടെ വംശപരമ്പരയിലാണ് അബൂ അയ്യൂബുൽ അൻസാരി പറഞ്ഞത്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഒരു ബഹുമാനം നൽകിയതാണ്. തൗറാത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒട്ടനേകം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് പറയുന്നത് ഖുർആനിൽ ഈസ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുത പ്രവൃത്തികളെ, അമാനുഷിക സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ സമ്പൂർണമായ സഹായവും സമ്മതവും കൊണ്ട് ഞാൻ വെള്ളപ്പാണ്ട് രോഗികളെ സുഖപ്പെടുത്തി, ഞാൻ മരിച്ചവരെ ജീവിപ്പിച്ചു. ഈസ നബി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക, ഓരോ പ്രവാചകന്മാരും നിയുക്തമായ കാലഘട്ടമുണ്ട്. അവരെ നിയോഗിക്കപ്പെട്ട പ്രത്യേകമായ സാഹചര്യമുണ്ട്. അതിനനുസരിച്ചാണ് അവർക്ക് മുഅ്ജിസത്തുകൾ നൽകുന്നത്. മഹാനായ ഈസ നബിയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ, ഇത്തരത്തിലുള്ള അത്ഭുത പ്രവൃത്തികൾ കാണിച്ചിരുന്ന അന്ന് ഏറ്റവും വലിയ അമാനുഷികത കാണിക്കുന്നവരായി ഈസ നബി വന്നു. മരിച്ചവരെ ജീവിപ്പിച്ചു. തഫ്സീറുൽ കബീറിൽ പോലും രേഖപ്പെടുത്തി, മരിച്ചവരോട് അല്ലാഹുവിന്റെ സമ്മതത്തോടു കൂടി എഴുന്നേറ്റിട്ടുണ്ട്.
അതേ സ്ഥാനത്ത് മുഹമ്മദ് നബിയുടെ അത്ഭുത കൃത്യങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞില്ലെന്ന് പറയുന്നത് ബുദ്ധിപരമായ അടിസ്ഥാനമുണ്ടോ? ഇത് മുഹമ്മദ് നബിയുടെ അത്ഭുതങ്ങളല്ല പറയുന്നത്. മുഹമ്മദ് നബിയുടെ ജീവിതം മാത്രമല്ല രേഖപ്പെടുത്തിയതും. മുഹമ്മദ് നബിയുടെ ചരിത്രം ലോകം മുഴുവൻ വായിക്കുന്നു. എത്രമാത്രം മുഅ്ജിസത്തുകൾ, എത്രമാത്രം അമാനുഷികമായ സംഭവ വികാസങ്ങൾ, ചന്ദ്രൻ പുലർന്നതടക്കമുള്ള അത്ഭുത സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് നബിയുടെ കാലഘട്ടം, ആ ജാഹിലിയ കാലഘട്ടത്തിൽ ആധുനിക ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് എന്ന് പരിചയപ്പെടുത്തിയ ആ അന്ധകാരമായ നിബിഡമായ ആ സാഹചര്യത്തിൽ വേണ്ടത് അവിടെയുള്ള അറബികൾ സാഹിത്യത്തിന്റെ അഗ്രതലങ്ങളെ കണ്ടവരാ, സാഹിത്യത്തിന്റെ പാരമ്യത പ്രാപിച്ചവരാ. അവര് ഈ ബുലഗാഇന്റെ അടുക്കലേക്കാണ്, ഈ സാഹിത്യ നിപുണന്മാരുടെ അടുക്കലേക്ക് വിശുദ്ധ ഖുർആനുമായി വന്നു. ലോകത്തെ ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നു. ഏറ്റവും വലിയ സാഹിത്യം ആർക്കും വെല്ലാൻ സാധിച്ചില്ല. വെല്ലുവിളിച്ചു. ഇതിലെ ഒരു ആയത്തിന് സമാനമായ ഒരു സൂക്തത്തെ, ഒരു ആയത്തിന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അവര് അൽക്കാരിയക്ക് വിശദീകരണം തേടി, അൽക്കാരിയുടെ മറുപുറം പരിശോധിച്ചു. അതിന് മറുകോപ്പി ഉണ്ടാക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ ചരിത്രം പഠിപ്പിക്കുന്നു. അൽക്കാരിയക്ക് പകരം അവര് ഉന്നയിച്ചു അൽ ഫീലു മൽ ഫീൽ. എന്താണ് ആന? ആന മഹാ സംഭവം തന്നെ. വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ ഇന്നുവരെ, ഈ നിമിഷം വരെ, ഈ ലോകത്ത് ചലന നിശ്ചലങ്ങൾ നടക്കുന്ന കാലം വരെ ആർക്കും വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ സമ്പുഷ്ടിയെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥം. അല്ലെങ്കിലും ചിന്തിക്കേണ്ടത്, ഈ ഈസ നബിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ ഖുർആൻ ഇത്രയും കാലം മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമാകാതെ നിലകൊണ്ടില്ലേ? ഇഞ്ചീലിൽ മാറ്റം വന്നു. ബർണബാസിനെ തള്ളിപ്പറഞ്ഞു. മത്തായിലും ലൂക്കോസിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായല്ലോ. അവസാനമല്ലേ നിങ്ങൾ യോഗം ചേർന്ന് തീരുമാനമെടുക്കേണ്ടി വന്നത്? നിങ്ങൾ റോമിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കേണ്ടി വന്നു. എന്താണ് ചെയ്യേണ്ടത്? അവസാനം ഒരുപാട് ആളുകൾ യോജിച്ചുകൊണ്ട് പറഞ്ഞു. അവസാനം എല്ലാവരുടെയും അഭിപ്രായത്തെ തള്ളി ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായത്തെ സ്വീകരിച്ച് നിങ്ങൾ പ്രഖ്യാപിച്ചതാ അന്ന്. എന്താ പ്രഖ്യാപിച്ചത്? ഈസ അല്ലെങ്കിൽ യേശു എന്ന് പറയുന്നത് ദൈവമാണ്. അവര് പറഞ്ഞു ദൈവമല്ലെന്ന് പറയുന്ന ഭൂരിപക്ഷത്തെ അവഹേളിച്ച് അന്നത്തെ റോമിലെ ഭരണാധികാരിയുടെ അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഈ വിശ്വാസത്തെ നിങ്ങൾ ചങ്കുറപ്പിച്ചത്. അടിയുറപ്പിച്ചതും അടിവേര് ചാർത്തിയതും അതിന്റെ ഇഷ്ടിക കല്ലുകളെ നിങ്ങൾ പാകി ഉറപ്പിച്ചതും. അങ്ങനെയാണ് ഈ നബിയുടെ മുഅ്ജിസത്തായി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്ന കാലം. ഈ ഖുർആൻ നബിയെ കുറിച്ച് പറഞ്ഞതിന്റെ കുറിച്ചുള്ള സംഭവ വികാസങ്ങൾ ഇതെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈസ നബിയേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠത അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. ഈസ നബി ഏറ്റുപറഞ്ഞ സംഭവമാണിത്. ഈസ നബിയുടെ സംഭവം പറയുന്നിടത്ത് അവർ പറയുന്നു ഈസ നബിയെ അല്ലാഹു തആല പുനർജനിപ്പിച്ചു. ലോക ചരിത്രത്തിൽ വേറെ ആരും മരണപ്പെട്ട ശേഷം പുനർജനിച്ച സംഭവമില്ലെന്ന്. ഒന്നാമത് ഞാൻ പറഞ്ഞു ഈസ നബി ഒരു മനുഷ്യനെ പുനർജനിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായി നമുക്ക് കാണാം രാജാക്കന്മാർ എന്ന പുസ്തകത്തിന്റെ 17-ാം വാള്യം 27-ാം പേജിൽ ഏലിയാവിന്റെ കഥ പറയുന്നുണ്ടല്ലോ ബൈബിളിൽ. സോളമൻ ഒന്ന് ബൈബിൾ പഠിക്കുക, ബൈബിളിന്റെ പേജുകളെ ഒന്ന് മറിച്ചിട്ട് നോക്കുക. ഏലിയാവ് അമാനുഷികത കാണിച്ച ക്രൈസ്തവ വിശ്വാസിയാണല്ലോ. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് റഫർ ചെയ്യാം. 17-ാം വാല്യം 27-ാം പേജ്. വീണ്ടും പറയുന്നുണ്ട്. അതെ, യഹോവ 37-ൽ 1 മുതൽ 10 വരെയുള്ള വരികളിൽ പറയുന്നത് യെഹെസ്കേൽ പ്രവാചകൻ മരണപ്പെട്ടവരെ ജീവിച്ച സംഭവം, ചരിത്ര സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തി. നിങ്ങൾ പറയുന്നത് ഏറ്റവും അമാനുഷികതയും അല്ലെങ്കിൽ പുനർജന്മവും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഈസ നബി മഹാനാണെന്ന് പറയുന്നെങ്കിൽ നിങ്ങളുടെ ലൂക്കോസിന്റെ 7-ാം വാല്യം 28-ാമത്തെ പേജിൽ പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ മഹോന്നതനായിരിക്കുന്നത് അത് യോഹന്നാനാണ്. യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഈ പരാമർശങ്ങളുടെ വിശദീകരണങ്ങളിൽ ഞാൻ കിടക്കുന്നില്ല, പരിശോധിക്കാം. ലൂക്കോസ് 7 മുതൽ 28 വരെയുള്ള പേജുകളിൽ ഇതാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ് ഇസ്ലാം, എന്താണ് ഖുർആന്, വാട്ട് ഈസ് ദ ക്രിസ്ത്യാനിറ്റി, എന്താണ് ക്രിസ്ത്യാനിസം, വാട്ട് ഈസ് ദ ഐഡിയൽസ് ഓഫ് ക്രിസ്ത്യാനിസം, ക്രിസ്ത്യാനിറ്റിയുടെ ആശയം എന്താണ്, അവരും ഇസ്ലാമും തമ്മിലുള്ള ഭിന്നതകൾ, വിശ്വാസപരമായ വൈപരീത്യങ്ങൾ എന്തൊക്കെയാണ്. ഈ തിരിച്ചറിവ് വന്നാൽ മനസ്സിലാകും സത്യം ഖുർആനിലാണ്. ദൈവപുത്രനാണോ അല്ലേ എന്നുള്ള ചർച്ചകളിലേക്ക് കടക്കുവാൻ ഒരുപാട് സമയമെടുക്കും. മണിക്കൂറുകൾ പിടിച്ച ചർച്ചകൾ തന്നെ നമുക്ക് നടത്തേണ്ടി വരും. നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൽ വ്യത്യസ്ത വിശ്വാസ പ്രമാണങ്ങൾ കടന്നു വന്നപ്പോൾ റോമിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു പ്രശ്ന പരിഹാരത്തെ പറ്റി ചർച്ച ചെയ്യാൻ ഒരു യോഗം വിളിച്ചിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം യേശുവിനെ പറ്റി ആലോചിക്കുക എന്നുള്ളതാണ്. ലോകത്തുള്ള സർവ്വവിധ വേദപണ്ഡിതന്മാർ
കേളി കേട്ട പുരോഹിതന്മാർ ഒരുമിച്ചുകൂടി. അവിടെ സമ്മേളിച്ച 2048 പേരിൽ 1731 പേരും പറഞ്ഞത് യേശു ദൈവമല്ല, യേശു ദൈവമല്ല. അവര് ഏറ്റുപറഞ്ഞു. പക്ഷേ കേവല ന്യൂനപക്ഷമായ 371 പേർ യേശു ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ ചക്രവർത്തിയുടെ കോൺസ്റ്റന്റൈൻസിലെ ചക്രവർത്തിയുടെ പിൻബലത്തോടു കൂടി ഈ ന്യൂനപക്ഷത്തിനാണ് പ്രസക്തിയും പ്രാമാണികതയും ലഭിച്ചത്. ചർച്ച് വിഭജനം ഒരു ചരിത്ര വീക്ഷണത്തിൽ പ്രൊഫസർ ഇബ്രാഹിം ഖലീൽ അഹമ്മദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഷേധിക്കാൻ സാധിക്കുമോ? ലോകത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇങ്ങനെയാണ് കടന്നു പോകുന്നത് ക്രിസ്ത്യാനിസം. യേശു മനുഷ്യപുത്രനാണ്, ദൈവപുത്രനല്ല എന്ന് തെളിയിക്കുന്നതും ബൈബിൾ തന്നെയാണ്. യേശുവിന്റെ അനുയായികൾ അദ്ദേഹത്തെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ ദൈവപുത്രൻ എന്നുള്ള പ്രയോഗം ബൈബിളിൽ തന്നെ പല സ്ഥലത്തുമുണ്ട്. അവസാന നിഗമനത്തിലെത്തുന്നത് അത് ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ്. മത്തായിയുടെ 5:9 പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. മത്തായി 5:9 പരിശോധിക്ക്. അവരും ദൈവത്തിന്റെ പുത്രന്മാർ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പിഴകളെയും ക്ഷമിക്കുകയില്ല. മത്തായി 6:14. നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ അങ്ങ് ചർച്ചിൽ പോയി കുമ്പസരിച്ചാൽ ദോഷങ്ങൾ പൊറുക്കുമോ? നിങ്ങൾ സൃഷ്ടികളോട് പെരുമാറേണ്ട രീതിശാസ്ത്രത്തെയും മത്തായി പഠിപ്പിച്ചു. ഇവിടെയെല്ലാം ദൈവം മകനാണ്, പിതാവാണെന്നുള്ള പ്രയോഗങ്ങളെല്ലാം അത് സ്നേഹത്തെ ചിത്രീകരിക്കാനും സ്നേഹത്തെ സൂചിപ്പിക്കുവാനുമാണെന്ന് ബൈബിൾ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ടല്ലോ. ഇനി രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യ ജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യണം, എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. 4:23 എടുത്തു പരിശോധിച്ചു നോക്ക്. പുറപ്പാട് പുസ്തകം 4:23. ഇങ്ങനെ ഒരുപാട് ദേശത്ത് ആദമിന്റെ മകൻ, ആദം ദൈവത്തിന്റെ മകൻ, ആദവും ദൈവത്തിന്റെ പുത്രനെന്ന് ലൂക്കോസ് 3:38 പറയുന്നു. ഇനി മനുഷ്യപുത്രനാണോ? അല്ലേ? അതും പറയുന്നുണ്ട്. ഈ ജോസഫിന്റെ മകനായിക്കൊണ്ടാണ് യേശു പറഞ്ഞതെന്ന് ബൈബിളിന്റെ വിവിധ വ്യാഖ്യാനങ്ങൾ, വിവിധ പ്രമാണങ്ങൾ മത്തായിയും ലൂക്കോസും യോഹന്നാനും മാർക്കോസും എല്ലാം നമ്മൾ എടുത്താൽ കാണാം. യേശു മനുഷ്യപുത്രനാണ്, ദൈവപുത്രനല്ലെന്ന് അവർ തെളിയിക്കുന്നുണ്ട്. ബർന്നബാസ് അടിവരയിട്ട് പറഞ്ഞതും അത് തന്നെയാണ്. 97 പറഞ്ഞിട്ടുണ്ടല്ലോ ബർന്നബാസ് ദൈവത്തിന്റെ പുത്രനാണെന്ന്. അവര് കളവ് ചമച്ചതാണ്. അവരുടെ വിശ്വാസം പൈശാചിക പ്രേരണകൾക്ക് അകപ്പെട്ടു പോയി. അതിൽ മാർക്കോസും പെട്ടുപോയതിൽ, അല്ലെങ്കിൽ അതിൽ പണ്ഡിതന്മാർ വരെ പെട്ടുപോയതിൽ എനിക്ക് ദുഃഖമുണ്ടെന്ന് ബർന്നബാസിന്റെ ബൈബിളിന്റെ ആദ്യ പേജുകളിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിനെതിരെ വാളോങ്ങുന്നതിന് മുമ്പ് ചരിത്രത്തെ, വസ്തുതയെ, മതപ്രമാണങ്ങളെ അതിന്റെ ആഴിയിലേക്ക് ചെന്ന് പരിശോധിക്കുവാനുള്ള സാമാന്യ തയ്യാറെടുപ്പാണ് ആദ്യമായി വേണ്ടത്. കേവലം അഗ്രതലങ്ങളിലൂടെ മാത്രം പോവുക, പാർശ്വങ്ങളെ മാത്രം സ്പർശിച്ചുകൊണ്ട് പോയാൽ മതത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവിടെ പ്രശ്നങ്ങൾ വരും, വിശ്വാസത്തിൽ പ്രശ്നം വരും. യേശു ദൈവമല്ല, യേശു ദൈവത്തിന്റെ പുത്രനല്ല എന്ന് പ്രസംഗിച്ച സോളമനോട് ചോദിച്ചു യേശു ആരാണ്? അന്ന് എന്തുകൊണ്ട് മറുപടി പറയാൻ സാധിച്ചില്ല? മതത്തെ പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ല, ഓതേണ്ടതുപോലെ ഓതിയില്ല. ഓതിയിരുന്നെങ്കിൽ, വിശ്വാസം ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നെങ്കിൽ അന്നത്തെ സുലൈമാൻ മറുപടി പറയുമായിരുന്നു യേശു ദൈവപുത്രനല്ല, യേശു അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ മാത്രമാണെന്ന് പറയുവാനുള്ള വിശ്വാസദാർഢ്യതയുണ്ടാകുമായിരുന്നു. മതത്തെ പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ല. ചോദ്യങ്ങൾക്ക് മുമ്പിൽ അമ്പരന്ന് പോയി. അതല്ലല്ലോ വിഷയം. വിശ്വാസം പ്രധാനമായി തീരണം. നമ്മൾ ഒരുപാട് ആളുകളുടെ വിശ്വാസത്തെ കുറിച്ച് കേട്ടല്ലോ. ഈ അടുത്ത് ഈ വിനീതന്റെ അനുഭവമാണ്. കൊല്ലത്ത് പിശാരിക്കാവിൽ നിന്ന് പരിചയപ്പെട്ട ഒരു മനുഷ്യൻ, നാരായണ മാരാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഹൈന്ദവ വിശ്വാസത്തെ ഉപേക്ഷിച്ചു. ഒരു കാരണവുമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം ലഹരിയിൽ മുഴുകി ബസ്സിലിരിക്കുന്നത് കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നത് കണ്ടപ്പോൾ, അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ദൈവത്തിന് പിശാരിക്കാവിൽ അമ്മക്ക് നെയ് സമർപ്പണം നടത്താത്ത നാളുകളില്ലായിരുന്നു, നെയ്ത്തിരികൾ കത്തിക്കാത്ത നാളുകളില്ലായിരുന്നു, സർപ്പ ബലിയും ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്റെ 16 വയസ്സുള്ള മകളെ ദൈവം അകാരണമായി കൊണ്ടുപോയി. ദൈവം എന്നോട് ചെയ്തത് ശരിയല്ല. ഇനി മുതൽ എനിക്ക് ഹൈന്ദവ ദർശനത്തിൽ വിശ്വാസമില്ല. ഒരു മനുഷ്യന്റെ പ്രശ്നമാണിത്. സ്വജീവിതത്തിലേക്ക് മതമൊന്ന് തട്ടിയപ്പോൾ വിശ്വാസം ചോർന്നുപോയി. നമ്മൾ സാധാരണയായി ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ വിശ്വാസം ആഴ്ന്നിറങ്ങിയതും, വിശ്വാസം ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി വർദ്ധിക്കേണ്ടതും, വിശ്വാസത്തിന്റെ ബാധ്യതാ ബാഹുല്യങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് വിശ്വാസം ജീവിക്കണം.
എന്നാൽ പ്രശ്നങ്ങളില്ല. കേവലമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിപതറേണ്ടതും വരില്ല. അതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു. സോളമൻ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അവജ്ഞയും അജ്ഞതയും വ്യക്തമായി രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു ആയത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഫഇൻ കുന്തു ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക ഫസ്അലിൽ ലദീന യഖറഊനൽ കിതാബ. അദ്ദേഹം അർത്ഥം വെക്കുന്നുണ്ട്, ഖുർആനിൽ സംശയം വന്നാൽ ഇഞ്ചിയിൽ നോക്കണം. അങ്ങനെയല്ലല്ലോ ഈ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം വളരെ സ്പഷ്ടമാണല്ലോ. ഖുർആനിക ആയത്തിന്റെ ആശയത്തെ വളരെ പ്രബലപ്പെടുത്തുകയും പ്രാമാണികവൽക്കരിക്കുകയും ചെയ്യുന്ന ആയത്താണിത്. ഇത് വേദക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ ഇഞ്ചിയിലും തൗറാത്തും പഠിച്ചവർ പറഞ്ഞു തരും. ഈ ആയത്തിൽ പറഞ്ഞ അസ്ഹാബിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സർവമാന ഖസസുകളും സത്യമാണെന്ന് അവര് പറഞ്ഞു തരും. ഈ ആയത്തിനെ ശക്തിപ്പെടുത്തുന്നതും ഈ ആയത്തിന്റെ സ്വാധീന ശക്തിയെയും ആശയ വൈപുല്യത്തെയും ശക്തിപ്പെടുത്തുന്നത് തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും വചനങ്ങൾ. അങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് വസ്തുതകൾ, കേവലമായ ബുദ്ധി കൊണ്ട് ആലോചിക്കാവുന്ന വസ്തുതകളെ പരിഹാസ രൂപേണ സമൂഹത്തിലേക്ക് സമർപ്പിച്ച് മുഖ്യധാര സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യാൻ മലീമസമാക്കുവാനുള്ള ഈ വിഫല ശ്രമം, അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ഇന്ന് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആളുകൾ കൂലം കൊത്തിയൊഴുകുന്ന കാലത്ത് ഇത്തരത്തിലുള്ള മൗഢ്യങ്ങൾക്ക്, ഇത്തരത്തിലുള്ള അബദ്ധങ്ങളെ ആരും ചെവിക്കൊള്ളുകയില്ല. ഇത് പണത്തിനു മീതെ പരുന്ത് പറക്കാത്ത കാലം പോയി. പണത്തിനു മീതെ പലരും പറക്കുന്ന കാലം കാണുമ്പോൾ മതം സ്ഥാപനവൽക്കരിക്കപ്പെട്ടു പോയി, മതം വാണിജ്യവൽക്കരിക്കപ്പെട്ടു പോയി, മതം കമ്പോളത്തിലെ ഹൈ റേറ്റ് ലഭിക്കുന്ന ഏറ്റവും വിപണന സാധ്യതയുള്ള വസ്തുവായി പോയപ്പോൾ മതത്തെ ചിലരെങ്കിലും നക്ക പിച്ചകൾക്ക് വേണ്ടി വിൽക്കുന്നവരാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുന്നില്ല. സൗഹൃദപരമായ ആരോഗ്യകരമായ സംവാദങ്ങളും സംവേദനങ്ങളും ഇവിടെ ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ. പാതിരിമാർക്കെതിരെ പടപൊരുതിയ ശൈഖുനാ ശംസുൽ ഉലമക്ക് ഈ എന്റെ സംസാരത്തെ, എന്റെ വാക്കുകളെ ഞാൻ സമർപ്പിക്കുകയാണ്. അന്ന് ശൈഖുനാ ശംസുൽ ഉലമയോട് ചോദിച്ചത്, നിങ്ങളുടെ മുഹമ്മദ് നബിക്ക് വലിയ അമാനുഷികതകൾ ഉണ്ടല്ലോ, എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പുത്രിയുടെ മകനായ ഹുസൈനെ കർബലയിൽ വെച്ച് അറുകൊല ചെയ്തത്? മുഹമ്മദിന് തടുത്തുകൂടായിരുന്നോ? അന്ന് ശൈഖുന പറഞ്ഞ മറുപടി എന്താ? നിങ്ങളുടെ ദൈവമെന്ന്, ദൈവപുത്രനെന്ന് നിങ്ങൾ പറയുന്ന ഈസയെ, യേശുവിനെ അന്നത്തെ ജൂതന്മാര് ജൂദാസ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തപ്പോൾ, കൊലപ്പെടുത്തിയപ്പോൾ ദൈവം നോക്കി നിന്നതല്ലേ? ദൈവത്തിന് സാധിക്കാത്ത കാര്യം മുഹമ്മദ് നബിക്കും സാധിച്ചിട്ടില്ല. ആ പണ്ഡിതന്റെ വാക്കുകൾക്ക് മുമ്പിൽ പതറിപ്പോയ പാതിരിമാരുടെ അനുഭവങ്ങളെ ഇന്നും ജോൺ മുണ്ടക്കൽ എന്ന ഇബ്രാഹിം മുണ്ടക്കൽ ഇന്നും പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് മതത്തെ പഠിച്ചവർ സത്യദീനിനെ പുൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം സത്യമായി ഗ്രഹിച്ചുകൊണ്ട് അസത്യത്തെ പൂർണ്ണമായി വിഭാടനം ചെയ്ത് അസത്യത്തെയും അധർമ്മത്തെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും സെമിത്തേരികളിൽ നമ്മൾ എന്ന് കബറടക്കുന്നുവോ അവിടെ ഇസ്ലാം വിജയിക്കുന്നുണ്ട്. പൂർണ്ണമായ രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയവർ ഇസ്ലാമിലേക്ക് പരന്നൊഴുകി വന്നവരാണ്. ലോകത്ത് അറിയപ്പെട്ട ചിന്തകന്മാർ, എഴുത്തുകാർ, പ്രഭാഷകന്മാർ, നർത്തകിമാർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഇന്നും വായിക്കാൻ ലഭിക്കുന്ന പുസ്തകങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ കാര്യകാരണങ്ങളെ വിശദമായി പരാമർശിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ പരിശോധിച്ചു നോക്കുക. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ അതിനെ ക്ഷമിക്കാനോ അതിനെ കാണാനോ ഇല്ലാതെ അസൂയാവഹമായ ബുദ്ധിയോടെ, പ്രതികാര ബുദ്ധിയോടെ പ്രതികരിക്കുന്നത് ഒരിക്കലും മനുഷ്യന് ക്ഷന്തവ്യമായ കാര്യമല്ല. മറിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കി അല്ലാഹു ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കുക. അവിടെ സംശയം, ഇവിടെ സംശയം, വക്കിൽ സംശയം, കോണിൽ സംശയം വേണ്ട. പൂർണ്ണമായി പഠിക്കുക. അതിനുള്ള ശ്രമമെങ്കിലും നടത്തുവാനുള്ള സാമാന്യ തയ്യാറെടുപ്പ് നടത്തിയിട്ട് ഈ മതത്തെ വിശകലനം ചെയ്യുക, ഈ മതത്തെ വിവരിക്കാൻ തയ്യാറാവണമെന്നുള്ള ഒരു വിനീതമായ അപേക്ഷയോട് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ വർസുഖ്ന ഇത്തിബാഅ, അല്ലാഹുമ്മ അരിനൽ ബാതില ബാതിലൻ വർസുഖ്ന ഇജ്തിനാബ. അല്ലാഹു തആല സത്യത്തെ സത്യമായി ഗ്രഹിക്കുവാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി അതിനെതിരെ പടപൊരുതുവാനും അസത്യത്തെ ഉന്മൂലനാശം വരുത്തി വേരോടെ പിഴുതെറിയുവാൻ അല്ലാഹു തആല നമുക്ക് സർവമാന ശക്തിയും ഓജസ്സും ശേഷിയും ക്ഷേമുഷിയും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട സംഘാടകർക്ക്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.